ഇന്ന് പഞ്ചുബ്രേക്കിൽ നമ്മൾ ഡയബറ്റിക്കാർക്ക് പറ്റിയ ഒരു ജോവർ കൊണ്ടുള്ള റോട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് അനേകം ഗുണങ്ങളുള്ള സാധനമാണ്. ഒന്നാമതായിട്ട് പറഞ്ഞാൽ അത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് വളരെ നന്നായിട്ട് കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലുകൾക്ക് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ബോണുകൾക്ക് നല്ലതാണ്. ജോവറിൻ്റെ റോട്ടി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ജോവർ റോട്ടി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം കുഴയ്ക്കാൻ വേണ്ടിയെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് വെള്ളം, വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത് 1/2 ടീസ്പൂൺ നെയ്യ്. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് അതിലേക്ക് ജോവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജോവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. നമുക്ക് മില്ലറ്റ് കടയിൽ ജോവർ അവൈലബിൾ ആണ്. ആ ജോവർ മേടിച്ച് കഴുകി വാരി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക. മില്ലിൽ കൊടുത്ത് പൊടിച്ചാൽ മതി. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ ആണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ എപ്പം വേണേലും എടുക്കാം. നോക്കിക്കേ, ഇതാ വെള്ളം ഇപ്പോൾ തിളയ്ക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കൃത്യം 1 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് ആ അളവിൽ തന്നെ 1 കപ്പ് ജോവർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാം. അപ്പോൾ നമുക്ക് കാണാം ആവി ഈ ഗ്ലാസ്സിലേക്ക് വന്ന് തട്ടുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആവി അതിൻ്റെ അകത്ത് നല്ല ചൂടോടാണ്, ഞാൻ ചൂടോടെ തന്നെയാണ് പ്ലേറ്റിലേക്ക് പാത്രത്തിലേക്ക് ഇടുന്നത്. ഇത് നന്നായിട്ട് കുഴയ്ക്കുന്നതിലാണ് വെള്ളം കീറി പോകാതിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സാണ് എടുക്കുന്നത്, സ്റ്റീൽ ഗ്ലാസ്. നന്നായിട്ട് കണ്ടോ ഇങ്ങനെ നന്നായിട്ട് അമർത്തി കൊടുക്കണേ. ചൂട് കുറയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പരത്തുമ്പം വിണ്ട് കീറി അങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് കുഴയ്ക്കുന്നതിലാണ് കാര്യം. ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ല സോഫ്റ്റാണേ. നല്ല നല്ല സോഫ്റ്റ്. ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് കുഴച്ചാൽ മതി. 2 മിനിറ്റ് ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി. ഇനിയും സ്വല്പം നെയ്യൊന്ന് തടവി വെക്കാം. ഓക്കെ, അധികം വേണ്ട, ജസ്റ്റ് വിണ്ടി കീറി പോകാതിരിക്കാൻ ഒരു മയത്തിന് വേണ്ടിയാണേ. ഇനി അധികം നേരം ഇരിക്കുകയൊന്നും വേണ്ട, നമുക്ക് ഉടനെ തന്നെ പരത്തി തുടങ്ങാവുന്നതാണേ. നമ്മൾ മാവെടുത്ത് ഓരോ വലിയ ഉണ്ടകളായിട്ട് ഉരുട്ടുക. ആ ഉരുട്ടുമ്പോഴും ഒന്ന് നന്നായിട്ട്
ഷേപ്പ് പിടിച്ചോളൂ കേട്ടോ. ഈ പൊടിയിലേക്ക് 2 സൈഡും നോക്കി തടിയിൽ ഒരൽപ്പം പുരട്ടി വേണം പരത്താൻ. ഇതൊന്ന് കീറിപ്പോയെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട, അത് തിരിച്ചവിടോട്ട് ഒട്ടിച്ച് വെച്ച് പരത്തിയാണ്. അപ്പം അതുപോലെ തന്നെ ഇനി ഒരേപോലെ ഷേപ്പ് ആകാൻ വേണ്ടിയാണ് ഒന്ന് റൗണ്ട് പാത്രത്തിൽ ഒന്ന് പിടിച്ചെടുത്ത്. കണ്ടോ, നല്ല ഷേപ്പ് കിട്ടിയില്ലേ? ഇതേപോലെ പരത്തിയിട്ടേക്കുന്നത് കണ്ടോ? എല്ലാം ഇതേപോലെ പരത്തിയിടുക. ഇനി നമുക്ക് കല്ലിൽ ചുട്ടെടുക്കാം. ഒരു കല്ല് അടുപ്പേ വെച്ച് ഒരൽപ്പം എണ്ണ തവയിൽ കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പരത്തി വെച്ചേക്കുന്ന റോട്ടി ഇട്ടു കൊടുക്കും. ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ബബിൾസ് ഉണ്ടാവും. കാണാമല്ലോ നമുക്ക് ചെറിയ ബബിൾസ്. ഇനിയും അതിലും പ്രധാനം ഇതിനെ ചുട്ട് ഒരു തുണിക്കകത്തേക്ക് പൊതിഞ്ഞ് വെച്ചാൽ ആ സോഫ്റ്റായിട്ട് ഇരുന്നോളും. തുണിയുണ്ട് മൂടി വെച്ച് കാസറോൾ എടുത്തിട്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ റോട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചൂട് പോകാതിരിക്കാൻ ഇങ്ങനെ ഒരു തുണിക്കകത്താണ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. നോക്കി, നല്ല സോഫ്റ്റ് കാണാമല്ലോ. ഇത് ചിക്കൻ കറി കൂട്ടിയോ വെജിറ്റബിൾ കുറുമ കൂട്ടിയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.